ഹലോ ഫ്രണ്ട്സ്, ഈസി സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സീഡ് ഓഫ് ട്രൂത്തിൻ്റെ 5th പേജ് നോക്കാം. ടു ദ പാലസ്. Pingala's father had observed his son working hard to make the seeds sprout. He felt sorry for Pingala. "Why don't you go to the king with the empty pot?" he asked. "At least he will know you tried your best." So Pingala too put on his best clothes and started off to the palace. He joined the others outside the palace, holding the empty pot in his hand. The other children laughed at him, but Pingala ignored them. ഇവിടെ എല്ലാ കുട്ടികളും നല്ല പൂക്കൾ നിറഞ്ഞ പോട്ടുമായിട്ടാണ് പാലസിലേക്ക് പോകാൻ പോകുന്നത്. പക്ഷേ പിങ്കളയുടെ പോട്ടിൽ വിത്ത് മുളച്ചില്ല. നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടതാണ്. പിങ്കളയുടെ പോട്ടിൽ എന്ത് സോയിൽ മാറ്റിയിട്ടും വിത്ത് മുളച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ സങ്കടത്തോടെ ഇരുന്നപ്പോൾ പിങ്കളയുടെ ഫാദർ പറയും, "യു ഹാവ് ട്രൈഡ് യുവർ ബെസ്റ്റ്. അറ്റ് ലീസ്റ്റ് ഹീ വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്." രാജാവിന് അറിയാൻ പറ്റും, നീ എന്തായാലും ശ്രമിച്ചിരുന്നല്ലോ, ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നില്ലല്ലോ. ആ ചെടിയെ വളർത്താൻ വേണ്ടി നീ പരമാവധി ശ്രമിച്ചു എന്ന് കിങ്ങിന് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആ പോട്ടുമായിട്ട് നീ പോകണമെന്ന് പിങ്കളയുടെ ഫാദർ പറയും. സോ പിങ്കള put on his best clothes. പിങ്കളയും അവൻ്റെ ബെസ്റ്റ് ക്ലോത്ത്സ് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രങ്ങളിട്ട് അവൻ പാലസിലേക്ക് പുറപ്പെട്ടു. ഹി ജോയിൻ ദ അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും കൂടെ അവനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ബട്ട് ഹോൾഡിങ് ഹിസ് എംപ്റ്റി പോട്ട്. അവൻ്റെ ഒന്നുമില്ലാത്ത പൂച്ചട്ടിയുമായിട്ട് അവൻ പുറപ്പെട്ടു. ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം. പക്ഷേ ഇത് കണ്ട് മറ്റു കുട്ടികൾ അവനെ നോക്കി ചിരിച്ചു. പക്ഷേ പിങ്കള മൈൻഡ് ചെയ്തില്ല. പിങ്കള ഇഗ്നോർഡ് ദെം. പിങ്കള അത് കാര്യമാക്കാതെ അവൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വിത്ത് മുളക്കാത്തതിൽ അവൻ്റെ പ്രശ്നമല്ലല്ലോ. സോ അവനൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ മുന്നോട്ട് തന്നെ നടന്നു. ഇതിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സ് ആണ് ഒബ്സർവ്ഡ്, എംപ്റ്റി, പാലസ്, ലാഫ്ഡ്, ഇഗ്നോർഡ്. ഒബ്സർവ്ഡ് മീൻസ് ഇതിൻ്റെയൊക്കെ മീനിങ്സ് ഞാൻ ലാസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞു തരാം. ഓക്കെ, ദ നെക്സ്റ്റ് പേജ്. ലവ്ലി ഫ്ലവേഴ്സ്. The king arrived and looked at the plants. Children gathered into the courtyard of the palace with the flowery pots. Red, blue, yellow. The courtyard had turned into a bouquet. The king looked at the children. Their faces were shining with hope. "Ha!" the king sighed. He was not at all happy. The next is lovely flowers. King arrived and looked at the plants. King വന്നു. കിങ് എല്ലാവരെയും വന്ന് സ്വീകരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ചിൽഡ്രൻ ഗാതേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. ഒരുപാട് കുട്ടികൾ അവിടെ വന്നു ചേർന്നിരുന്നു. അത് അവരുടെ കയ്യിൽ പൂക്കൾ നിറഞ്ഞ പൂച്ചട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. പല നിറത്തിലുള്ള പൂക്കൾ. റെഡ്, ബ്ലൂ, യെല്ലോ. കോർട്ട്യാർഡ്, രാജാവിൻ്റെ കൊട്ടാരമുറ്റം ഒരു ബൊക്കെയായിട്ട് തന്നെ പൂക്കളുടെ പലതരത്തിലുള്ള വർണ്ണനിറത്തിലുള്ള ഒരു ബൊക്കെയായിട്ട് തന്നെ മാറിയിരുന്നു. പക്ഷേ കിങ് എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കി. ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ. ദിയർ ഫേസസ് വേ ഷൈനിങ് വിത്ത് ഹോപ്പ്. അവരൊക്കെ സന്തോഷത്തിലാണ്, എന്നെ രാജാവാക്കുന്നുള്ള സന്തോഷത്തിലായിരുന്നു അവർ. ബട്ട് കിങ്ങിന് സന്തോഷമൊന്നും കണ്ടില്ല മുഖത്ത്. കിങ് സൈഡ്. കിങ് ഒന്ന് നെടുവീർപ്പിട്ടു. ഹാ, ദ കിങ് സൈഡ്. എന്തുകൊണ്ടായിരിക്കും കിങ്ങിന് നെടുവീർപ്പിട്ടത്? നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. കിങ് സൈഡ്. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. അദ്ദേഹം തീരെ സന്തോഷവാനായിരുന്നില്ല. എന്തായിരിക്കും കാരണം? ശരിക്കും ഫ്ലവേഴ്സൊക്കെ കണ്ടു, പൂക്കളൊക്കെ വിരിഞ്ഞ് കാണുമ്പോൾ രാജാവിന് സന്തോഷമായിരുന്നു വേണ്ടത്. പക്ഷേ ഇവിടെ സന്തോഷമില്ല. മറിച്ച് കിങ് ആകെ ഒരു നിരാശ രൂപത്തിലായിരുന്നു അവിടെ നിന്നത്. എന്താവാം കാരണം? ഓക്കെ, നമുക്കത് നെക്സ്റ്റ് പേജിൽ നോക്കാം. ഇതിൻ്റെ അകത്തുള്ള ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ട്. കുറച്ച് മക്കൾക്കത് ഡിഫിക്കൽട്ടായിരിക്കും. അതിൻ്റെ മീനിങ്സ് ഞാൻ ലാസ്റ്റ് തരാം. ദ ഡിഫിക്കൽട്ട് വേർഡ്സ്: കിങ് എറൈവ്ഡ്, കിങ് വന്നു. കോർട്ട്യാർഡ് മീൻസ് രാജകൊട്ടാരം, മുറ്റം. ഇവിടെ പാലസിൻ്റെ മുറ്റം. ഗ്യാതേർഡ്, കൂടി നിന്നു. കുഞ്ഞുങ്ങളെല്ലാം പൂച്ചട്ടികളുമായി കൂടി നിന്നു. പാലസ് അറിയാം, പാലസ് മീൻസ് കൊട്ടാരം. ബൊക്കെ അറിയാം, പൂവിൻ്റെ പൂച്ചെണ്ടുകൾ എന്ന് പറയില്ലേ, നമ്മൾ ബൊക്കെയെല്ലാം കൊടുത്തു എന്ന് പറയില്ലേ, അതുപോലെ. നെക്സ്റ്റ് ഷൈനിങ് മീൻസ് നല്ല തിളങ്ങുന്ന മുഖം, തിളങ്ങുന്ന ചിരി. സന്തോഷമൊക്കെ വരുമ്പോൾ നമുക്ക് തിളങ്ങുന്ന ചിരി ഉണ്ടാവില്ലേ, അതുപോലെ.
ദെൻ സൈഡ്. സൈഡ് മീൻസ് നെടുവീർപ്പ്. ആകെ നമ്മൾ നെടുവീർപ്പിടുക എന്നെല്ലാം പറയില്ലേ, സൈഡ്, SIGHED, ദാറ്റ് ഈസ് സൈഡ്. ഓക്കെ, ഈ പേജ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. Empty pot. At the end of the line stood Pingala. When the king reached him, he stopped. Why did you come with an empty pot, my child? Did your seed not grow into a plant? At the end of the line stood Pingala. ആ വലിയ ലൈൻ ഉണ്ടായിരുന്നു. മുറ്റത്ത് കുഞ്ഞുങ്ങൾ പൂച്ചട്ടികളുമായി ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവ് എല്ലാവരുടെയും പൂക്കൾ നോക്കി നോക്കി ലാസ്റ്റ് റീച്ച്ഡ് ഹിം. വെൻ ദ കിങ് റീച്ച്ഡ് പിങ്കള, ഹി സ്റ്റോപ്ഡ്. പിങ്കളയുടെ അടുത്തെത്തിയപ്പോൾ പിങ്കള പൂവില്ലാത്ത ചട്ടിയുമായി നിൽക്കുന്നുണ്ട്. പൂച്ചെടിയോ പൂവോ ഒന്നുമില്ലാത്ത ചട്ടിയുമായി നിൽക്കുന്നത് കണ്ടിട്ട് രാജാവ് അവനോട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? വൈ ഡിഡ് യു കം വിത്ത് ആൻ എംപ്റ്റി പോട്ട് മൈ ചൈൽഡ്? എന്താ കുട്ടി എംപ്റ്റി പോട്ടുമായിട്ട് ഇവിടെ നിൽക്കുന്നത്? എംപ്റ്റി മീൻസ് ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരു പൂച്ചട്ടിയുമായിട്ട് എന്താ മകനിവിടെ നിൽക്കുന്നത് ചോദിക്കും. ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോൺ ഇൻ ടു എ പ്ലാന്റ്? നിനക്ക് ഞാൻ തന്ന വിത്ത് മുളച്ചില്ലേ, അതോ നട്ടില്ലേ? എന്താവും കാരണം എന്ന് രാജാവ് ചോദിക്കും. കൂട്ടുകാർക്കറിയാമോ എന്തായിരിക്കും കാരണമെന്ന്? അവൻ നല്ലോണം വെള്ളമൊഴിച്ചു, വളമിട്ടു, മണ്ണ് മാറ്റി, എന്നിട്ടും അവൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല. പക്ഷേ ഇവിടെ ആ കുഞ്ഞിൻ്റെ ധൈര്യമാണ്. അവൻ പ്രവർത്തിച്ചിരുന്നു, മാക്സിമം അവൻ ശ്രമിച്ചിരുന്നു ആ ചെടി വളരുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ വളർന്നില്ല. അവൻ നിരാശപ്പെട്ട് നിൽക്കുമ്പോഴും അവൻ്റെ അച്ഛൻ ഇതെല്ലാം കണ്ടിരുന്നു. ഇവൻ വളം ചെയ്യുന്നതും വെള്ളം നനക്കുന്നതും മണ്ണ് മാറ്റുന്നതും ഒക്കെ അവൻ്റെ അച്ഛൻ കണ്ടിരുന്നത് കൊണ്ട് അച്ഛൻ അവനെ ആശ്വസിപ്പിച്ചു. മോൻ ഇതും എടുത്തിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, കാരണം പറഞ്ഞാൽ മതി. ചെയ്തിരുന്നു, നടന്നില്ല. ആ കുട്ടിയുടെ ധൈര്യമാണ് നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നത്. കുട്ടി സത്യസന്ധമായി ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ലൈക്ക് ദാറ്റ് ഹി വെൻറ്റ് ടു ദ പാലസ്. പക്ഷേ ആദ്യം പേടിച്ചിട്ടായിരുന്നു പോയിരുന്നത്. രാജാവിന് ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയം അവൻ്റെ ഉള്ളിലുണ്ടാവും. അതെന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം അവൻ കൂട്ടുകാരുടെ കയ്യിലെല്ലാം നല്ല പൂക്കളുള്ള ചട്ടികളാണ് കണ്ടിരുന്നത്. അങ്ങനെ രാജാവ് ചോദിച്ചു, ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോൺ ഇൻ ടു എ പ്ലാന്റ്? താങ്കളുടെ സീഡ് വളർന്നില്ലേ? ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 1 വേർഡ് മാത്രമേ ഉള്ളൂ, റീച്ച്. ഡിഫിക്കൽട്ട്.